ലെബനനിലെ ഇറാൻ താവളം തകർത്ത ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണം. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ വമ്പൻ ആക്രമണത്തിലാണ് ഇറാന്റെ പ്രധാനപ്പെട്ട പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രത്തെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയത്. കൂടാതെ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ഇറാന്റെ സാമ്പത്തിക സൈനിക സഹായത്തോടുകൂടി കെട്ടിപ്പടുത്ത നിരവധി ക്യാമ്പുകളും നിരവധി ഓപ്പറേഷൻ സെന്ററുകളും ഈ ആക്രമണത്തിൽ തകർത്തു തരിപ്പണമാക്കി. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ച് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇറാന്റെ പ്രധാനപ്പെട്ട പ്രോക്സിയായിട്ടുള്ള പ്രധാനപ്പെട്ട വലങ്കൈയായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. നമുക്കറിയാം, 2024 മുതൽ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിലേക്ക് നടത്തുന്ന ആക്രമണം അതിരൂക്ഷമാണ്. 2024 65 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരമായിട്ടുള്ള ബെയ്റൂട്ടിലെ പ്രധാന ആസ്ഥാന മന്ദിരം തന്നെ ബോംബിട്ട് തകർത്തു. അതും ക്ലസ്റ്റർ ബോംബുകൾ, 10 കണക്കിന് ഭാരമുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഇട്ട് തകർക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത്. ആ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള, ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ പതിറ്റാണ്ടുകളോളം നയിച്ച ഹസൻ നസറുള്ള എന്ന അവരുടെ എക്കാലത്തെയും വലിയ നേതാവ്, ആ ഹസൻ നസറുള്ളയടക്കം 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കളെ നിഷ്കരുണം വധിക്കുകയായിരുന്നു ഇസ്രായേലി സേന. അതിനുശേഷം നിവൃത്തിയില്ലാതെ, മറ്റൊരു ഗത്യന്തരവുമില്ലാതെ ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി വെടിനിർത്തലിന് വേണ്ടി താണുക്കേൺ അപേക്ഷിച്ചു ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന. ഒടുവിൽ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായി. എന്നാൽ അതിനുശേഷമോ വീണ്ടും ഇറാന്റെ സഹായത്തോടുകൂടി, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇറാന്റെ സഹായത്തോടുകൂടി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയായിരുന്നു ഇപ്പോഴും ഹിസ്ബുള്ള ഭീകരന്മാർ. ഇറാൻ വീണ്ടും സാമ്പത്തികമായി ഹിസ്ബുള്ളയെ സഹായിച്ചു, സൈനികമായി ഹിസ്ബുള്ളയെ സഹായിച്ചു. ഇറാനിൽ നിന്ന് ആളില്ലാ ഡ്രോണുകൾ വഴി ലെബനനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിൻ്റെ ഏറെക്കുറെ ശ്രമങ്ങളെയും ഇസ്രായേൽ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. മറ്റൊരു സമയത്ത് ഇറാന്റെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ലെബനനിലേക്ക് ആയുധങ്ങളുമായി പറന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ചാരവിമാനങ്ങൾ അത് ആകാശത്ത് വെച്ച് കണ്ടെത്തുകയും ആ ശ്രമത്തെ വിഫലമാക്കുകയും ചെയ്തു. അതായത് ലെബനനിലേക്ക് ആയുധങ്ങളുമായി എത്തിയ ഇറാന്റെ വിമാനത്തെ തിരികെ അയച്ചു ഇസ്രായേലിൻ്റെ ചാരവിമാനങ്ങൾ. അങ്ങനെ ഇറാൻ നിരന്തരമായി ഹിസ്ബുള്ളയെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ലെബനൻ എന്ന രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കം ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ്. ഹിസ്ബുള്ളയെ കൊണ്ട് ലെബനനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, അതാണ് ഇറാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇറാന്റെ മാത്രമല്ല, ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, സുപ്രീം ലീഡറുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി സിറിയയിൽ നിന്നടക്കം നിരവധി ആയുധങ്ങൾ ലെബനനിലേക്ക് എത്തിക്കുകയും അത് ഹിസ്ബുള്ളയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇറാനാണ്. ഇത് ഇസ്രായേലിനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ഏറ്റവും ആദ്യ പടിയായി ഇറാൻ്റെ ഏറ്റവും വലിയ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. ഇതിന് അമേരിക്കയുടെ കൂടി പിന്തുണയുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് ഇറാൻ്റെ തകർച്ചയാണ്. നിലവിൽ ഇറാന്റെ ആഭ്യന്തര സംഘർഷം വലിയ രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഇറാന്റെ ചുറ്റും വൻ സൈനിക നിരയാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയേറിയ പടക്കപ്പലായ ISS എബ്രഹാം ലിങ്കൻ അത് ഇറാന്റെ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഗൾഫ് മേഖലയിലെ പ്രത്യേകിച്ച് ഖത്തർ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കയുടെ എയർബേസുകളിൽ നിരവധി
ഫൈറ്റർ ജെറ്റുകളാണ്, അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളാണ് ഇപ്പോഴും എത്തിച്ചേർന്നിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ എന്ന രാജ്യത്തെ ആക്രമിക്കാനുള്ള സർവ്വവിധ സന്നാഹങ്ങളും അമേരിക്ക ഒരുക്കിയിരിക്കുന്നു. അതിനിടയിലാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തിയായ വലം കൈയായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ലെബനനിൽ നടത്തിയിരിക്കുന്ന എല്ലാ നിക്ഷേപങ്ങളെയും തകർത്തിരിക്കുന്നു. ലെബനൻ പിടിച്ചടക്കാനുള്ള ഹിസ്ബുള്ളയുടെ ശ്രമങ്ങളുടെ അടിവേര് തകർത്തിരിക്കുന്നു ഇസ്രായേലി സേന. ഇറാൻ്റെ കൂടി സഹായത്തോടുകൂടി ലെബനീസ് ഭരണകൂടത്തെ പിടിച്ചടക്കാനുള്ള ഹിസ്ബുള്ളയുടെ താൽപ്പര്യങ്ങളുടെ കടക്കൽ കത്തിവച്ചിരിക്കുന്നു ഇസ്രായേലി സേന എന്ന് ഉറപ്പിച്ച് പറയാനാകും.